നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂറൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കൾ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ വകുപ്പിൽ കൊച്ചി കായലിൽ വന്ന് ഇറങ്ങിയ വിമാനത്തിൻ്റെ വിവരണമാണ്. ചെറിയൊരു വിവരണം ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് അഭിമാനപൂർവ്വം പറയാവുന്ന ഒരു കാര്യമാണ്. കാരണം വിമാനമാണ് വന്നിരിക്കുന്നത്. ജലത്തിലൂടെ നമ്മൾക്ക് ടൂറിസ്റ്റുകൾക്ക് യഥേഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനുള്ള ഒരു പുതിയ മാർഗമാണ് നമ്മുടെ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഡെവലപ്പ് ചെയ്ത്. ഇതിലൂടെ മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് വിമാനം ബോൾഗാട്ടിയിൽ വന്ന് ഇറങ്ങിയത്. ബോൾഗാട്ടി പാലസിന് തൊട്ട് മുകളിൽ ഒരു 3 റൗണ്ട് അടിക്കുകയൊക്കെ ചെയ്ത് നേരെ വെള്ളത്തിൽ വന്ന് ചാടി. വെള്ളത്തിലൂടെ പിന്നെ വിമാനം ഇങ്ങനെ പോവുകയാണ്. ഭയങ്കര രസമുള്ള കാര്യമാണ്. അങ്ങനെ വെള്ളത്തിലൂടെ വിമാനങ്ങൾ പോകുന്നത് നമുക്കെന്താ പറഞ്ഞാൽ നമുക്കും അതുപോലെ സഞ്ചരിക്കാം. ഇത് നേരെ പിന്നെ മാട്ടുപ്പെട്ടിയിലേക്കാണ് ഇത് പോകുന്നത്. അതായത് ടൂറിസ്റ്റ് മേഖലയാണ് ഈ മാട്ടുപ്പെട്ടി എന്ന് പറയുന്നത്. അതായത് വിദേശത്ത് നിന്ന് പിന്നെ ആളുകൾ വരുന്നു, എന്നിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങുന്നു. അവിടെ നിന്ന് ഈ മാട്ടുപ്പെട്ടി, അതുപോലെ മൂന്നാർ, അതുപോലുള്ള ഒരുപാട് നല്ല നല്ല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ആളുകളെ ആകർഷിക്കുകയാണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. അപ്പോൾ ഇത് വിമാനം മേലെക്കൂടെ തന്നെ പോയിട്ട് നേരെ വള്ളത്തിൽ വന്ന് വീഴുകയാണ് ചെയ്യുന്നത്. അതായത് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടിട്ട് നേരെ മാട്ടുപ്പെട്ടി വെള്ളത്തിൽ വന്ന് വീഴുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ ഡാമിൽ അങ്ങനെ തിരിഞ്ഞളിച്ച് പിന്നെ നടക്കണമെങ്കിൽ നടക്കാം. പക്ഷേ അങ്ങനെയല്ല, അവിടെ ഇറക്കിയതിന് ശേഷം പിന്നെ അത് പോവുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിലാണ് ഇത് ലാൻഡ് ചെയ്യുന്നത്. രസകരമായ ഈ വിമാനം നമ്മളെ പിന്നെ ടൂറിസം സെക്രട്ടറി കെ ബിജു, അതുപോലെ തന്നെ സെക്രട്ടറി പിന്നെ ബിജു പ്രഭാകരൻ, കളക്ടർ NSK ഉമേഷ്, കേരള ടൂറിസം അഡീഷണൽ ജില്ലാ സെക്രട്ടറി ജനറൽ PV അനുരാജ്, വിവിധ ടൂറിസം പിന്നെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എന്നിവരുടെയൊക്കെ സാന്നിധ്യം അന്ന് ഉണ്ടായിരുന്നു. ഇത് വന്നതെന്ന് പറഞ്ഞാൽ വിദേശത്തു നിന്നാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ 17 സീറ്റ് എങ്ങാനും ഉണ്ടെന്ന് വെളിപ്പെടുത്തലുണ്ടായി. ഇത് പിന്നെ അഗത്തിയിലേക്കാണ് തിരിച്ചു പോയത്. അഗത്തി എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിലെ ഒരു പ്രധാന സ്ഥലമാണ്. അങ്ങോട്ടാണ് പോയത്. ഈ വെള്ളത്തിലൂടെയാണ് ഇത് ഓടിക്കാണിച്ചത്. പിന്നെ അങ്ങനെയാണ് ഈ സീപ്ലെയിനാണ് പേര്. സീപ്ലെയിന് സ്വീകരണം നൽകിയിട്ട് അവിടെ നിന്നുള്ള പ്രസംഗത്തിലാണ് വ്യക്തമായി പറഞ്ഞത്, സീപ്ലെയിൻ നമ്മളെ ടൂറിസം മേഖലയ്ക്ക് വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും. തന്നെയുമല്ല, ഇത് മാട്ടുപ്പെട്ടി എന്ന് കേട്ടിട്ടില്ലേ? മാട്ടുപ്പെട്ടി ടൂറിസ്റ്റ് കേന്ദ്രത്തോടനുബന്ധിച്ചാണ് ഇത് പ്രവർത്തിക്കുക. പക്ഷേ നമ്മളാണിത് വാങ്ങിയിരിക്കുന്നത്, തമിഴ്നാടല്ല. മാട്ടുപ്പെട്ടി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ്. അങ്ങനെയാണ് നമ്മൾ മെയിനായിട്ട് മൂന്നാറിനെ കണക്കാക്കിയിട്ടാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. ആളുകൾ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഇമ്പം വേണ്ടേ? എന്താണ് ഇപ്പോൾ കേരളത്തിലേക്ക് അങ്ങനെ പോയിട്ട് നേരം പോക്കൊന്നുമില്ലാതെ എന്ന് തോന്നാൻ പാടില്ല. വിദേശ നാണ്യമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. വിദേശ നാണ്യം എന്ന് പറഞ്ഞാൽ ഏറെ അതിന് മറ്റെന്താ പറയുക, ഈ US ഡോളർ മെയിനായിട്ട് അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അറബി ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ടല്ലോ. ഇവർക്കൊക്കെ തന്നെ എന്തെങ്കിലും അവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ പൈസ കൊടുത്തിട്ട് ഒരുപാട് രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ കാണുന്നതാണ്. നമ്മൾ ഇന്ത്യയിൽ വരുമ്പോൾ, കേരളത്തിൽ വരുമ്പോൾ കേരളം എന്ന് പറയാൻ മാത്രം ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അല്ല വേറെ ഒന്നും ഇവിടെ കാണാനില്ല. ഏറിയ 2 ദിവസമായിട്ട് നിൽക്കും. ഇതിപ്പോൾ അങ്ങനെയല്ല. വന്നാൽ ഏകദേശം ഒരു ആഴ്ച ഇവിടെ അവർക്ക് ചിലവഴിക്കാനുള്ള ഒരു ലെവലും കാര്യങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം. ഇതിനെ എതിർക്കുന്നവരുണ്ട്. അതായത് പാർട്ടി സംബന്ധമായിട്ട് എന്തിനാണിപ്പോൾ ഇത് ഈ ടൂറിസം സെക്രട്ടറി കെ ബിജുവും അല്ലെങ്കിൽ ഈ വ്യോമയാന സെക്രട്ടറി ബിജു പ്രഭാകർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണിപ്പോൾ ഇത്
എന്നൊക്കെ പറയുന്ന പാർട്ടിക്കാരുണ്ട്, ഇതിനോട് എതിർക്കുന്നവരൊക്കെ. പക്ഷേ ഇത് നമുക്ക് കൂടുതൽ പൈസ കേരളത്തിന് കിട്ടുന്ന ഒരു ഏർപ്പാടാണിത്. ഇതിനെ നിരാകരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമാണ്, നിരുത്സാഹപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല. പക്ഷെ പാർട്ടിക്കാരങ്ങനെയാണ്, ഒരു കൂട്ടർ ചെയ്യുന്ന ഒരു കൂട്ടർക്ക് കണ്ടുകൂട്ടുണ്ട്. അങ്ങനെയാണ്. ഇതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അതിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ നമുക്കിത് ഈ പൈസ ഇതാന്ന് പറഞ്ഞപ്പോഴത്തേനും മുതലായി കിട്ടും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ മലപ്പുറത്ത് ടൂറിസ്റ്റ് കേന്ദ്രം വികസിപ്പിച്ചെടുത്തു ആ കുന്നത്ത് എന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും അധികം കിട്ടിയിട്ടില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഈ ഭാഗം കൊണ്ട്, തിരുവനന്തപുരം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളും ഗുണങ്ങളും കിട്ടിയിട്ടുണ്ട്, കിട്ടാതിരുന്നിട്ടില്ല, ഇനിയും കിട്ടുന്നതുമായിരിക്കും. ഇവിടെ ഇപ്പോൾ മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നാൽ അവിടെ വരുന്നവർക്ക് നല്ല താമസ സൗകര്യം, അതുപോലെ തന്നെ എല്ലാവിധ കോണ്ടിനെൻ്റൽ ഫുഡുകളും അതുപോലെ വിദേശ ഫുഡുകളും എല്ലാം തന്നെ ഇൻ്റർനാഷണൽ 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ 5 രാജ്യങ്ങളുടെ ഭക്ഷണം കിട്ടുന്ന ഹോട്ടൽ എന്നാണ് അർത്ഥം. 3 സ്റ്റാർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചിട്ട് ഏറ്റവും ഉയർന്ന രാജ്യങ്ങളുടെ ഭക്ഷണം കിട്ടുന്നത്. അങ്ങനെയാണ്. അങ്ങനെ ഈ സ്റ്റാർ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാവിധ സൗകര്യങ്ങളും അതാണ്. പിന്നെ ഇപ്പോൾ അവരുടെ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിവസ്ത്രധാരികളായിട്ടാണ് നടക്കുക. ഇംഗ്ലീഷുകാരാണല്ലോ. അതൊന്നും ഇപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ആ കൾച്ചർ നോക്കിയിട്ടൊന്നും നമുക്ക് 10 പൈസ കിട്ടില്ല. അവരെങ്ങനെയും കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ കഴിയാൻ മതിയല്ലോ. അതായത് നമ്മൾ എന്താ പറയുക, ഈ മാറി വന്ന പോസ്റ്റ് മോഡേണിസത്തെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ നമ്മളതുപോലെ ആവാഞ്ഞാൽ മതി. പലരും ഇതാവുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് ഇപ്പോൾ ഇംഗ്ലീഷുകാർ കണ്ടൊക്കെ ചെയ്യാൻ അങ്ങോട്ട് വരുന്നത്, അല്ലെങ്കിൽ മറ്റത് മറിച്ചത് എന്നൊക്കെ പറയും. പക്ഷേ അവർ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ പൈസ ഇപ്പോൾ എറണാകുളം അതുപോലെയുള്ള തിരുവനന്തപുരം, ഈ ആലപ്പുഴ എന്നുള്ള ജില്ലകളെ സംബന്ധിച്ചിടത്തോളമൊക്കെ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ബോട്ടുകളും കണ്ടതൊക്കെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും ആ ബോട്ടുകളിലുണ്ട്. അങ്ങനെ ഇംഗ്ലീഷുകാർ ആ ബോട്ടിൽ 7-8 ദിവസം കായലിലൂടെ നടക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഖജനാവിലേക്ക് തന്നെയാണ് പൈസ വരുന്നത്. ഇത് വേറൊന്ന് പറഞ്ഞാൽ, നമ്മൾ ഡെവലപ്പ് ഉള്ളത് കാരണം തന്നെയാണ് നമ്മൾ ഇതുവരെയും പിടിച്ചു നിന്നത്. കാരണം കേന്ദ്രത്തിൽ നിന്ന് വലിയ ഗുണമൊന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ പണ്ടും അങ്ങനെയാണ്. വിദേശ നാണ്യമാണ് നമ്മുടെ നിലനിൽപ്പ് കേരളത്തിൻ്റെ. വിദേശത്തേക്ക് ജനങ്ങൾ പോകുന്നു, അവിടുന്ന് അധ്വാനിക്കുന്നു. ഈ കേരളത്തിൽ നിന്ന് പോയ ആളുകൾ വിദേശത്ത് പണിയെടുത്തുകൊണ്ട് നമ്മൾക്ക് ഇഷ്ടം പോലെ പൈസ വരുന്നു. അങ്ങനെ ഇവിടെ ഒരുപാട് ഡെവലപ്പായി. നല്ല നല്ല വീടുകൾ നമ്മൾ കണ്ടു, എല്ലാവർക്കും തൊഴിൽ കിട്ടി, അതുപോലെ തന്നെ എല്ലാവർക്കും 10 പൈസ ഉണ്ടാക്കാനൊക്കെ സാധിച്ചു എന്നുള്ളത് ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനത്തേക്കാൾ നമ്മൾ മുന്നിട്ട് നിൽക്കുന്നതിനൊരു കാരണമായിട്ടുണ്ട്. ഇപ്പോൾ മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടൂറിസ്റ്റുകൾ വരികയാണെങ്കിൽ ചുരുങ്ങിയത് കളരിപ്പയറ്റുകാർക്ക് വരെ പൈസ കിട്ടുന്ന ഒരു ഇതാണ്. അതായത് നമുക്കറിയുന്ന കളരിപ്പയറ്റുകൾ അവരെ കാണിച്ചു കൊടുക്കുന്നത് മൂലം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡാൻസുകൾ അറിയാം. നമ്മളെ എന്താ പറയുക, നമുക്ക് ഭരതനാട്യങ്ങൾ, മോഹിനിയാട്ടങ്ങൾ, ഇതൊക്കെ അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കഥകളിയൊക്കെ 7 ദിവസം 14 ദിവസം ഒക്കെ നീണ്ടു നിൽക്കുന്നതായിട്ട് നമ്മളത് കാണാൻ നമ്മൾ പോകുന്നില്ല. ഒരു ചായക്ക് അവരുടെ കയ്യിൽ നിന്ന് 50 രൂപ വീതം ഈടാക്കുന്നുണ്ട്. നമ്മൾ 10 രൂപയൊക്കെ കുടിക്കുന്നതാണ്. അപ്പം നമ്മളുടെ ഒരു ചിന്താധാര മേലല്ല ഇത് കാണേണ്ടത്. നമ്മൾ ഒന്ന് ഉയർന്നിട്ട് വിഷയങ്ങൾ കാണാൻ ശ്രമിക്കുക. എന്തിനപ്പോൾ മന്ത്രിമാർ അതങ്ങനെ ചെയ്യേണ്ട ആവശ്യം? നമ്മളെ പൈസ അല്ല ഈ വിമാനം വാങ്ങിക്കൊണ്ട് പോകുന്നതെന്നല്ല, ഈ പോകുന്ന പൈസ കൊണ്ട് നമ്മൾ എന്ത് നേടുന്നു എന്നുള്ളത് കൊണ്ടാണ് വിഷയം വരുന്നത്. ഇവിടെ ഇപ്പോൾ കേന്ദ്രം പറയുന്നുണ്ട്, നമ്മൾ എന്താ പറയുക, ഹൈഡ്രജൻ്റെ തീവണ്ടി വാങ്ങും. നമ്മൾ ചുരുങ്ങിയത് 85 കോടി ഉറുപ്പ്യട്ടം വില ഉണ്ട് ഒരു ഹൈഡ്രജൻ്റെ തീവണ്ടിക്ക്. അങ്ങനത്തെ 5 എണ്ണം വാങ്ങുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ലാഭം കിട്ടുമോ എന്നുള്ളത് ഒന്നും കൂടി ആലോചിച്ചിട്ട് പറയേണ്ട ഒരു വിഷയമാണ്. വാങ്ങുന്നുണ്ട്, നമ്മൾ ചിലപ്പോൾ വാങ്ങിയിട്ടുണ്ടോ, അതിനെപ്പറ്റി ഞാൻ
വ്യക്തമായ ഒരു രൂപം കിട്ടുകയാണെങ്കിൽ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഇതിനെ തള്ളി പറയേണ്ട യാതൊരു ആവശ്യവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. കാരണം നമ്മളിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ ഞാനായി ആരായാലും ശരി ഞാൻ മുടക്കുന്ന പൈസക്ക് എനിക്കൊരു ഇത് കിട്ടണ്ടേ. അപ്പോൾ പഴയ കാലത്തെ കുറച്ച് ബോട്ടും അല്ലെങ്കിൽ കുറച്ച് മറ്റുള്ളതും മറിച്ച് അതും കുറച്ച് ഗാനമേളയും കുറച്ച് സിനിമയും ഇതൊക്കെ അവർക്ക് മടുപ്പുള്ള കാര്യമാണോ? അപ്പോൾ വിദേശത്ത് എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡ് അതുപോലെ മറ്റേ ചൈന പോലും എന്താണ് ടൂറിസ്റ്റുകളെ വളരെ ആകർഷിച്ചു കൊണ്ട് 10 ദിവസം കിട്ടാന്ന്. ഇപ്പോൾ ഈ മേഖലയിലേക്ക് തന്നെ സൗദി അറേബ്യയും വരികയാണ്. കാരണം എണ്ണ അധികം ഭൂമിയിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് അമേരിക്ക ഒരു നിയമം കൊണ്ടുവരാൻ പോവുക. അത് 2-3 ഇരട്ടത്താപ്പ് നയമാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. അതായത് അമേരിക്കയേക്കാൾ അതീവ സമ്പന്നത മറ്റൊരു പെട്ടെന്ന് വരാൻ പാടില്ല എന്നൊക്കെ കണക്കൂട്ടിയുള്ള ഒരു ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് സൗദി അറേബ്യ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ദ്വീപ് തന്നെ പ്രത്യേകം എടുത്ത് അലങ്കരിച്ചിട്ട് ഈ ടൂറിസ്റ്റ് മേഖലയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ബുദ്ധിയില്ലായിട്ടൊന്നുമല്ലല്ലോ. അപ്പോൾ അതായത് ഈ പൈസ എന്ന് പറയുന്നത് എല്ലാ രാജ്യത്തെ പൈസയും പിന്നെ ഒരു രാജ്യത്തേക്ക് അടുത്ത് കിട്ടുക വളരെ ഇമ്പോർട്ടൻ്റ് മാറ്ററാണ് അത് ഈ വരും കാലങ്ങളിൽ. വിദേശത്തെ പണത്തിനെ നമുക്ക് നോക്കുന്ന പൊതു മണ്ടന്മാരാണ് എന്തിനാണ് ഇപ്പോൾ ഇതെന്ന് പറയുന്നത്. അത് വളരെ മണ്ടത്തരാണ്. അതായത് വിദേശത്ത് നിന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ വിദേശത്തെ പൈസ തന്നെ കൊടുക്കണം. അഥവാ അങ്ങനെ കൊടുക്കുമ്പോൾ ഇതിനോട് ഈക്വലായിട്ട് മൂല്യം കണക്കാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇഷ്ടം പോലെ വിദേശ നാണ്യം വേണം. ഈ വിദേശ നാണ്യം കൊയ്യുക എന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം. മനസ്സിലായില്ലേ? അതായത് നമ്മൾ നാണ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റേ രാജ്യത്ത് മാത്രമേ ഉള്ളൂ. പെർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മൂലധനം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് തന്നെ വരണം. ഇതാണ് GDP എന്ന് പറയുന്നത്. ഉയർന്ന GDP എന്നൊക്കെ കേട്ടിട്ടില്ല. അതിനെപ്പറ്റിയിട്ട് ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്താണ് GDP, എന്താണ് സംഭവിച്ചത്, GDP കൂടുന്ന രാജ്യങ്ങളെ അമേരിക്ക ഭയപ്പെടുന്നത് എന്തിന്, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ ഭയപ്പെടുന്നത് എന്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മറ്റൊരു വീഡിയോ ചെയ്യാം. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ സീ പ്ലെയിന് അങ്ങനെയാണ് അതിന് പറയുക. അതായത് കടലിലൂടെ പോകുന്നത് എന്നർത്ഥം. സീ എന്ന് പറഞ്ഞാൽ കടൽ എന്നാണ് അർത്ഥം. വെള്ളത്തിലൂടെ ജലത്തിലൂടെ മീതെ കൂടെ പോകുന്ന ഒരു വിമാനം. അതായത് അത് ജംബോ ജെറ്റ് പോലെ 350 ആളും 600 ആളൊന്നും കൊള്ളൊന്നുമില്ല. അതായത് ടൂറിസ്റ്റ് എത്ര ആളുണ്ടോ അവരുമായി വഹിച്ചുകൊണ്ട് നേരെ കൊച്ചിയിൽ നിന്ന് പൊന്തിയിട്ട് നേരെ പോകുന്നവിടേക്കാണ് ആ ടൂറിസ്റ്റുകൾ സാധാരണ പിന്നെ വിലസുന്ന ഏത് സ്ഥലത്താച്ചാൽ ചെന്ന് ഇറങ്ങാനുള്ള നല്ലൊരു സൗകര്യം ചെയ്തു തരിക. അത് പ്രൊവൈഡ് ചെയ്ത് നൽകുന്നുണ്ട് കേരളം ടൂറിസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നറിയുമ്പോൾ തന്നെ അത് നമുക്ക് അഭിമാനമാണല്ലോ. പുറത്ത് അതായത് നമ്മൾ നെറ്റിലൂടെയൊക്കെ വിദേശത്തുള്ള ആളുകൾ നമ്മുടെ മറ്റേ രാജ്യത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നോക്കി കാണുമ്പോൾ ഇതുവർ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആകർഷകമായിട്ടുള്ള ഒരു ടെൻഡൻസി വരികയാണ് അത് വന്ന് കാണാൻ. മനസ്സിലായി? അപ്പോൾ ആ മേഖലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം എന്താ പറയുക അക്ബർ ട്രാവൽസ് അതുപോലുള്ള ട്രാവൽസുകൾക്കും ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ വരവും പോക്കും കാരണം നമുക്ക് ധാരാളം പൈസ കിട്ടാനുള്ള വകുപ്പ് വരുന്നുണ്ട്. പിന്നെ എറണാകുളം അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലുള്ളവർക്ക്, കൊച്ചിയിലുള്ളവർക്ക്, ഫോർട്ട് കൊച്ചിയിലുള്ളവർക്ക് ഒക്കെ എങ്ങനെയാണ് ഈ പൈസ കൂടുതൽ അവിടെ ഡെവലപ്പാകുന്നതെന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. വിദേശ നാണ്യം ആ ജില്ലകൾക്കൊക്കെ കിട്ടുമ്പോൾ നമുക്കൊന്നും അധികം ഒന്നും കിട്ടുന്നില്ല. കാരണം നമ്മളെ കയ്യിൽ ഒന്നുമില്ല. നമുക്കാകെ ഒരു എയർപോർട്ടുണ്ട്. എന്താണ് മറ്റേ കാലിക്കറ്റ് എയർപോർട്ട്. അവിടെ വന്ന് ഇറങ്ങിയാൽ ആ ഇറങ്ങുന്ന കാരണം നമുക്ക് ആ എയർപോർട്ടിൻ്റെ പൈസ നമുക്ക് കിട്ടുന്നു. അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ കുറച്ച് ആളുകൾക്ക് ജോലി കിട്ടുന്നു. ഇങ്ങനെയാണോ? അല്ലാതെ കേന്ദ്രത്തിലേക്ക് അതായത് മറ്റേ സംസ്ഥാനത്ത് ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ജില്ലകൾ മുഴുവൻ കിട്ടണ്ടേ? 14 ജില്ലയിലും കിട്ടണ്ടേ? അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഒരു സംഭവം നടക്കുമ്പോൾ എതിർക്കാനായിട്ട്. ഇതിപ്പോൾ എതിർക്കേണ്ട യാതൊരു ആവശ്യവും ഉദിക്കുന്നത്. പക്ഷേ എതിർത്ത് സംസാരിക്കുന്നതായിട്ട് പല മറ്റേ വീഡിയോകളിലും അതുപോലുള്ള ചർച്ചകളിലൊക്കെ കണ്ടു.
അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, നമ്മൾ വാങ്ങുന്നു, ആ പൈസ നമ്മൾ പിന്നെ മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് മുതലാക്കുക തന്നെ ചെയ്യും. മുതലാക്കണം എന്ന് വെച്ചിട്ട് തന്നെയാണ് അത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഒരു മുഖചിത്രമാണ് ഈ പിന്നെ തമ്പനെയിലായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, അതുപോലെ ലൈക്കുകൾ ചെയ്യുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ.